ഹായ് അമ്മ. ഹായ് ഗുഡ് മോർണിംഗ്. എന്താ ഹായ് ഗുഡ് മോർണിംഗ് ഇങ്ങനെ ഹായ് ഇങ്ങനെയല്ല അമ്മ നാല് പേരിലും കൂടി ഇങ്ങനെ വിളിക്കുന്നുണ്ട്. അത് വായോ ഗുഡ് മോർണിംഗ് എന്നാണ് അതിന്റെ അർത്ഥം. അപ്പൊ അമ്മ ആക്ഷൻ കൊണ്ട് വായോ ഒന്നും വായും കൊണ്ട് അപ്പൊ എല്ലാവർക്കും ഉമ്മ എല്ലാവർക്കും ആ മതി ഉമ്മ. നീ എന്താ മതി അറിയണം. അപ്പൊ എല്ലാവർക്കും ഉമ്മ കിട്ടിയിട്ടാ. പിന്നെ ആ കാര്യങ്ങൾ എന്താ ചെയ്താൽ മതി. ഒരു ഉമ്മ കിട്ടിയിട്ട് ഇവിടെ തന്നിട്ടൊരു കാര്യമില്ല. എന്താ നിങ്ങൾ ചെയ്യാൻ പോണെന്നും കൂടി ഞങ്ങൾക്ക് കാണണം. ഇത് രാവിലെ ഞാനൊരു കാര്യം പറയട്ടെ. എന്നാലും എനിക്ക് പറഞ്ഞു മുമ്പിൽ വരണമെങ്കിൽ എന്തെങ്കിലും കൊണ്ട് വരണ്ടേ. ഞാൻ എന്താ ഉണ്ടാക്കുന്ന വെച്ചാൽ അതുകൊണ്ടല്ലേ എനിക്ക് വരാൻ പറ്റുമോ. അതെ. അപ്പൊ ഞാനൊരു കാര്യം ചോദിക്കുകയാണ്. ഈ ഉമ്മ എന്ന് പറഞ്ഞ 2 സെക്കൻഡ് കണ്ണും മുഴിക്കിട്ട് ഇങ്ങനെ നിൽക്കേണ്ട ആവശ്യമൊന്നുമില്ല. ഉമ്മ തന്നാൽ അത് ഉമ്മയാണ് ഞങ്ങൾക്ക് മനസ്സിലാവും. പിന്നെ അടുത്ത സ്റ്റെപ്പിലേക്ക് ദയവ് ചെയ്ത് പോകൂ. ഞങ്ങളുടെ ഇവിടെ ഭയങ്കര ബിസിയുള്ള ആൾക്കാരാണ്, ഞാനടക്കം അവരും. അപ്പൊ ഉമ്മ വന്നിട്ട് കുറെ നേരം അമ്മേനെ നോക്കിക്കൊണ്ടിരിക്കാനൊന്നും പറ്റില്ല. അത് കാരണം അടുത്ത സ്റ്റെപ്പിലേക്ക് പോകും. എനിക്കും കൂടി കാണണ്ടേ, ഞാൻ കണ്ടിട്ടല്ലേ ഇത് അവര് കാണുന്നത്. ഇത് ഇവൻ കൊണ്ടുവന്നാ മീന് കരിമീൻ എന്ന് പറഞ്ഞിട്ടാണ് ഇവൻ കൊണ്ടുവന്നിരിക്കുന്നത്. എനിക്കിത് ചെമ്പല്ലിയാണോ കരിമീനാണോ എന്ന് എനിക്ക് സംശയം. പക്ഷെ ഏത് മീനാണ് നല്ല മീനാണ്. പക്ഷെ ഇത് മുള്ളുണ്ട്, അതുകൊണ്ട് ചിലപ്പോ കരിമീനാണ്. മുള്ള് അങ്ങനെ കാണണമെന്നില്ല. പക്ഷെ ചെമ്പല്ലിയിൽ മുള്ളു കുറവല്ലേ ഉണ്ടാവുക. ഇതിന് വറുത്ത് കഴിയുമ്പോ ഇത് കരിമീനാണോ ചെമ്മീനാണോ. അല്ല ഇവിടത്തെ മീനുകൾക്കും അവിടത്തെ മീനുകൾക്കും ഭയങ്കര വ്യത്യാസമുണ്ട്. ഇവിടെ പുതിയാപ്പിള പറഞ്ഞൊരു മീനുണ്ടല്ലോ നമ്മുടെ നാട്ടിൽ, അതിന് ചെമ്പല്ലി പറയും. ആ ചെമ്പല്ലി എന്ന് പറഞ്ഞപ്പോൾ നമ്മുടെ തെക്കൻ ജില്ലയിലുള്ള ആൾക്കാരൊക്കെ ചിരിച്ചിട്ട് പറഞ്ഞു, നിങ്ങൾ എന്താ നിങ്ങളെ ചെയ്യുക, ഇതെന്താ മീൻ ചോദിച്ചപ്പോൾ ഞങ്ങൾ പറഞ്ഞു ചെമ്പല്ലി എന്ന്. ഈ ചെറിയ ചുവന്ന കളർ മീനില്ലേ, വിനോദനൊക്കെ ചോട്ടൂനൊക്കെ ഭയങ്കര ഇഷ്ടമുള്ള മീൻ ഞങ്ങളുടെ നാട്ടിൽ ചെമ്പല്ലി എന്ന് പറയും. അതിന് ചെമ്പല്ലി എന്ന് മാത്രമല്ല പുതിയാപ്പിള എന്നും പറയും. എന്താണെന്നറിയില്ല, കല്യാണം മുടങ്ങിയ മീനാണെന്നൊന്നും എനിക്കറിയില്ല. അതോ കല്യാണം ചെക്കനായത് കൊണ്ടാണോ അല്ല കേൾക്കുവോ. അപ്പൊ അതേ മീന് നമ്മുടെ തെക്കൻ ജില്ലക്കാർ വന്നിട്ട് കഴിക്കുമ്പോൾ ആ മാഷും കുടുംബമൊക്കെ വന്നിട്ടുണ്ടാവില്ലേ, അവര് ചിരിക്കുക ചെമ്പല്ലി വന്നിട്ട് ചിരിക്കുകയായിരുന്നു. അപ്പൊ എന്താ ചോദിച്ചപ്പോ അവർ പറഞ്ഞു ഞങ്ങളുടെ നാട്ടിലെ ചെമ്പല്ലി പറഞ്ഞു അത് മീൻ വേറെയാണ്, ഈ മീനല്ല. അപ്പൊ ഒന്നിനും വിട്ടു അപ്പൊ ഒന്നിനും വിട്ടുകൊടുക്കാത്ത ഞാന്. അതെ, അമ്മയും ഞാനും മാത്രമാണ് 2 ഡിഫറെന്റ് ആയിട്ടുള്ളത്. ബാക്കി എല്ലാം ഏതാണ്ട് ഒരേപോലെയാണ്. അയില, മത്തി, കൊഴുവ, ചെമ്മീൻ, ഏട്ട, നെയ്മീൻ, നെയ്മീൻ ഇത്രയും അറിയും. പിന്നെന്താണ് ആ ചെറിയ പുഴമീൻ, നത്തോലി, പുഴമീൻ, നത്തോലി, അതൊക്കെ അറിയാം. പിന്നെയുള്ള മീനുകളൊക്കെ അതൊക്കെ അറിയാം. പക്ഷെ മറ്റുള്ള മീനുകളൊക്കെ എനിക്ക് അതിന്റെ ഇപ്പൊ കർണാടകത്തിലുണ്ടെങ്കിൽ തന്നെ പേരൊക്കെ ഇപ്പൊ എന്നോട് ഇത് ചെമ്പല്ലിയാണോ വന്നിട്ട് ചോദിച്ചപ്പോൾ ഞാൻ പറഞ്ഞു ഞങ്ങളുടെ നാട്ടിൽ 3 പേര് വിളിക്കും. ഒന്ന് ചെമ്പല്ലി, ഒന്ന് പുതിയാപ്പിള, പിന്നെ കിളിമീൻ. അങ്ങനെ 3. ഇത് അതല്ല ഞാൻ പറഞ്ഞല്ലോ, ഇത് അതല്ല. ആ ചെമ്പല്ലി അല്ല, പക്ഷെ അത് കരിമീനാണെന്നൊക്കെയാണ് എനിക്ക് തോന്നുന്നത് കേട്ടോ. കഴിച്ചു നോക്കിയിട്ട് മുള്ളുണ്ടെങ്കിൽ കരിമീൻ, മുള്ളില്ലെങ്കിൽ എന്ത്. ഇനി ഞാൻ പോകുമ്പോ അതിന്റെ കത്തി മേടിച്ച് കുത്തി നോക്കിയിട്ട് മേടിക്കുക, അപ്പൊ കറക്റ്റ് ആവും കേട്ടോ. അതൊന്നും സാരില്ല. അപ്പോ മീൻ ഇഷ്ടമല്ലാത്ത മുളക്, മല്ലി കുറച്ചിട്ടുണ്ട്. മുളക്, മല്ലി, പെരിഞ്ചീരകം, ഇഞ്ചി, വെളുത്തുള്ളി, മഞ്ഞപ്പൊടി, കറിവേപ്പില ഇത്രയും കൂട്ടി അരച്ച് തിരുമ്പി വെച്ച് കുറച്ച് വെളിച്ചെണ്ണയും പുരട്ടി ഞാനിതൊരു കുറേ നേരം വെച്ചു. എന്താ പറഞ്ഞാൽ മീനൊക്കെ വൃത്തിയാക്കിയിട്ടാണല്ലോ കൊണ്ടുവന്നു. അപ്പൊ കഴുകൽ മാത്രമല്ലേ ഉള്ളൂ. അപ്പൊ അത് വൃത്തിയാക്കി വെച്ചു. ഇനിയിപ്പോ ഇവന് ഈ മീനൊന്നും ഇഷ്ടമൊന്നുമില്ല, എന്നാലും ചിലപ്പോ ഒന്ന് നുള്ളി കുട്ടിന്ന് വരും, അത്രേ ഉള്ളൂ. അച്ഛന് ഇഷ്ടമാണ്. മുള്ളൊക്കെ എടുത്ത് തരാണെങ്കിൽ ചിലപ്പോൾ തിന്നു നോക്കി ചെറിയ കുട്ടി, ഉള്ള കുട്ടി. അപ്പോൾ ഞാനൊരു ചോദ്യം കൂടി ചോദിക്കാം എൻ്റെ അമ്മേൻ്റെ അടുത്ത്. അമ്മ ഇങ്ങനെ കോളറുള്ളതെന്ന് ഇടുന്ന എനിക്ക് തീരെ താല്പര്യമില്ല. ഇവിടെ 3 പേർക്ക് മതി കോളർ, എനിക്കും അച്ഛനും ചോട്ടൂനും. നിങ്ങൾ ഈ കോളറും കൂടി ഇടാൻ തുടങ്ങി ഞങ്ങൾ ഇനി എന്ത് കോളറായിട്ട് നടക്കും. പിന്നെ ഞാനിതാ ഇത്തിരി പച്ചമുളകും ഇത്തിരി വെളുത്തുള്ളി, ഇഞ്ചിയൊക്കെ ഇവിടെ ചെറുതായി അരിഞ്ഞു വെച്ചിട്ടുണ്ട്. ഇത് പച്ചമുളക് കയറിയത് ഇത് അവസാനം അതിന്റെ മുകളിൽ ഇട്ടു. അതെന്തിനാ അലങ്കാര കറിവേപ്പില. ഇനി കറിവേപ്പിലയുടെ ഒരു കഥ പറയണം എനിക്ക്. ഈ കറിവേപ്പിലയുടെ കഥയല്ല, കറിവേപ്പിലയായിട്ട് ബന്ധപ്പെട്ടുള്ള ചില കഥ ഞാൻ പറയും. മനസ്സിലായില്ലേ? അമ്മക്ക് ഇടയ്ക്ക് ഒരു ഗ്ലാമർ കൂടുണ്ട്, ഇടയ്ക്ക് കുറേ ഉണ്ട്. എന്താ അതിന്റെ പ്രത്യേകത എനിക്ക് മനസ്സിലാവില്ല.
അല്ല ഞങ്ങൾക്ക് വേറെ എന്തെങ്കിലുമൊക്കെ പറയും. എനിക്കിപ്പോൾ അടുത്തുള്ള അമ്മേനല്ലേ നോക്കാൻ പറ്റുള്ളൂ. അപ്പതാ ആ മീൻ ഇട്ടുകൊടുക്കാം. ഓ അപ്പൊ ഇതൊന്ന് ഇതാണല്ലോ ആൾക്കാർ പറയുന്നത് ചത്താലും ചമഞ്ഞ് കിടക്കണം. ഇത് ചത്താലും ചമഞ്ഞ് കിടക്കണം എന്നൊരു ചൊല്ലില്ലേ? കണ്ടില്ലേ ആ ഇതാ മീൻ? മീനിനെ കുറിച്ച് വേണ്ടത് പറയാം. അല്ല പറയാ അങ്ങനെ ചമഞ്ഞ് കിടക്കണം. സാധനം ഒഴിക്കുമ്പോൾ അതൊന്നും പറയാനാവില്ല. അങ്ങനെയല്ല മാ, അതിൻ്റെ ആ പറച്ചലിനും ആ പറച്ചലിനും ഇതെന്തായാലും എന്തെങ്കിലും ഒരു ബന്ധമുണ്ടോ എന്ന് എനിക്ക് സംശയം. കറിവേപ്പില ഇട്ടു. ഇതൊന്ന് അടച്ച് കണ്ടില്ലേ മീനെ, നീ ജീവിച്ചിരിക്കുമ്പോൾ നിന്റെ മേത്ത് ഒന്നും ഇട്ടില്ല, ഇട്ടത് മുഴുവൻ നിന്നെ പിടിക്കാൻ വേണ്ടിയിട്ടായിരുന്നു. പക്ഷെ നീ ഫ്രൈ ആവാൻ കിടക്കുമ്പോൾ നിന്റെ മുകളിൽ കറിവേപ്പില ഇടുന്നു, മസാല ഇടുന്നു, പച്ചമുളക് ഇടുന്നു, വെളുത്തുള്ളി ഇടുന്നു. ഇതൊന്നും നീ തിന്നാൻ വേണ്ടിയിട്ടല്ല, നിന്നെ തിന്നാൻ വേണ്ടിയിട്ടാണ്. അല്ലേ? എടാ, നീ എന്തൊക്കെയാണ് പറയുന്നത്? മനുഷ്യന് വല്ലാത്തൊരു സ്വാർത്ഥതയാണ്. എന്താ അറിയാം നോക്ക്, ഓ, ഇവനെ കൊണ്ട് അല്ല ഞാൻ തോറ്റു എന്ന് മീൻ പുഴയിൽ പറയാനേ. കിടക്കുമ്പോഴും അല്ലമ്മ, മീൻ പുഴയിലാണെങ്കിലും കുളത്തിലാണെങ്കിലും നമ്മൾ പിടിക്കുമ്പോൾ അതിന് എന്തെങ്കിലുമൊക്കെ ഇരയിട്ടിട്ട് എന്നാ മീനെ തിന്നോ വന്നിട്ട് പിടിച്ചിട്ട് മീനിനെ നമ്മൾ തിന്നും. അല്ലേ? അല്ലാണ്ട് മീനിനെ കൊടുക്കുകയാണ് നമ്മൾ. പക്ഷേ മീൻ അങ്ങോട്ട് സംഭവം ക്ലിയർ ആയിട്ട് നമ്മുടെ കയ്യിൽ കിട്ടിക്കഴിഞ്ഞാൽ അതിൻ്റെ തലയും വാലൊക്കെ വെട്ടിയിട്ട് അത് തിന്നില്ല എന്ന് നല്ല ഉറപ്പുള്ളത് കൊണ്ട് അതിൻ്റെ മുകളിൽ എന്തൊക്കെ മസാല ഇട്ടിട്ട് നമ്മൾ തിന്നും. മനുഷ്യനും അതുപോലെയാണ്. കറിവേപ്പില, എന്താണ് കറിവേപ്പില എന്ന് പറഞ്ഞത്? അമ്മ എന്നെ നോക്കണ്ട, അമ്മ എന്നെ ഇടയ്ക്കിടയ്ക്ക് എന്നെ അത് പറയുന്നത് എനിക്കറിയാം. ഇനിയിപ്പോൾ അവർക്ക് ഏതാണ്ടൊക്കെ അത് മനസ്സിലായി. പക്ഷേ ഞാൻ പറഞ്ഞത് കറിവേപ്പില എന്ന് പറഞ്ഞാൽ എന്താ അറിയോ? ചില സാഹചര്യങ്ങളിൽ നമ്മൾ കറിവേപ്പിലയായി മാറും, ചില സാഹചര്യങ്ങളിൽ നമ്മൾ മറ്റുള്ളവർ കറിവേപ്പിലയായി മാറി എന്ന് വിചാരിച്ചു കൊണ്ടിരിക്കുന്ന ഒരു സമയമുണ്ട്. അതുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യും? ചിലർ അങ്ങനെ കറിവേപ്പിലയായി മാറിയ ആൾക്കാരെ ഒറ്റയടിക്ക് വിട്ടുകളയും. ചിലരെന്ത് ചെയ്യും? നമ്മോടൊപ്പം കുറേ കാലം നമ്മളെ സ്നേഹിച്ച വ്യക്തികൾ കറിവേപ്പില ആവാതിരിക്കട്ടെ എന്ന് പറഞ്ഞിട്ട് ആ കറിവേപ്പിലയ്ക്ക് ഒരു പ്രാധാന്യം കൊടുക്കും. ഇപ്പോൾ നിങ്ങൾ ഈ പാചകം ചെയ്യുമ്പോൾ എങ്ങനെയാണോ കറിവേപ്പിലയ്ക്ക് പ്രാധാന്യം കൊടുക്കുന്നത്, അതേപോലെ രണ്ട് രീതിയിൽ കറിവേപ്പിലയ്ക്ക് പ്രാധാന്യമുണ്ട്. ഒരാളിനെ ചിലർ പുച്ഛിച്ച് പറയുമ്പോൾ നിങ്ങൾ പറയും കറിവേപ്പില, അവൻ വെറും കറിവേപ്പിലയാണ് പറയും. അതുപോലെ ഒരാളുടെ സാഹചര്യം വളരെ മോശമാകുമ്പോൾ കറിവേപ്പിലയാണെന്ന് വിചാരിച്ച് വിട്ടുപോകുന്നവരുണ്ട്, കറിവേപ്പിലയാണെന്ന് വിചാരിച്ച് സ്വീകരിക്കുന്നവരുണ്ട്. മനസ്സിലായിട്ട് ഒരിക്കലും കറിവേപ്പില ആവാൻ പാടില്ല, ഇന്നോരെ നമ്മൾ സ്വീകരിക്കണം എന്ന് വിചാരിക്കുന്നവരുണ്ട്. മനസ്സിലായില്ലേ? അതാണ് ഈ കറിവേപ്പിലയുടെ ബന്ധം. മനസ്സിലായോ? പറയും, പറയും. അപ്പം ഇങ്ങനെ ഒരു നല്ല ബന്ധം ഈ കറിവേപ്പിലയ്ക്ക് ഉണ്ട്. മനസ്സിലായല്ലോ? പറയും. അപ്പോൾ അതാണ് ഞാൻ പറഞ്ഞു വന്നത്. എന്ന് വെച്ചാൽ ഇപ്പോൾ നോക്കൂ, ജീവിതത്തിൽ കുറച്ച് കാലം ഒരാളായിട്ട് നമ്മൾ മിണ്ടാണ്ടൊക്കെ ഇരിക്കുകയാണ്. കുറേ കാലങ്ങൾ മിണ്ടാണ്ടിരിക്കുന്ന സമയത്ത് അമ്മയ്ക്ക് ഈ കഥ അറിയാം. അപ്പോൾ കുറേ കാലമായിട്ട് മിണ്ടാണ്ടിരിക്കുന്ന സമയത്ത് പിന്നെ അവരായിട്ടൊരു ബന്ധം നമുക്ക് ഓട്ടോമാറ്റിക്കലി കുറഞ്ഞു പോകും. കുറേ കാലം മിണ്ടാണ്ടിരുന്നത്. അതുകൊണ്ട് ഈ ബന്ധങ്ങൾ എന്നും നിലനിൽക്കുന്നത് മിണ്ടിക്കൊണ്ടിരിക്കുമ്പോഴാണ്. സത്യമായിട്ടും നേരിട്ട് കണ്ട് മിണ്ടാൻ പറ്റില്ലെങ്കിൽ ഫോണിൽ കൂടെയെങ്കിലും മിണ്ടുക, ലെറ്റർ കൂടെ മിണ്ടുന്നത് ഇപ്പോൾ കുറവാണ്. അങ്ങനെയെങ്കിലും മിണ്ടിയാൽ മാത്രം നിലനിൽക്കുന്നതാണ് സത്യം പറഞ്ഞാൽ ഈ സ്നേഹം. ആ സ്നേഹത്തിന് ഒരു എന്താ പറയുക, വല്ലാത്തൊരു ഉൾക്കരുത്തുണ്ടാവും മിണ്ടിക്കൊണ്ടിരിക്കുമ്പോൾ. ഈ മിണ്ടൽ നിർത്തിക്കഴിഞ്ഞാൽ എത്ര അടുത്ത സ്നേഹമാണ് നമ്മൾ അകന്ന് പോവും. എന്താ ഞാൻ പറയണക്കാളും മുമ്പ് എൻ്റെ അമ്മ വെള്ളം കുടിക്കണത്? ആൾക്കാരെ വിചാരിക്കും ഞാൻ വെള്ളം കുടിപ്പിക്കാൻ വേണ്ടി മാത്രം അവിടെ വന്നിറക്കുകയാണെന്ന്. മനസ്സിലായില്ല? അല്ല, തെറ്റിദ്ധരിക്കരുത്. ഞാൻ അങ്ങനെ വെള്ളം കുടിപ്പിച്ചല്ല, അമ്മ ദാഹം കൊണ്ട് വെള്ളം കുടിച്ചാണ്. അപ്പോൾ എന്താണ് കറിവേപ്പില? ഏത് കറിവേപ്പില? അപ്പോൾ കറിവേപ്പില എന്ന് പറഞ്ഞാൽ എന്താ അറിയാമോ? ചില ജീവിതത്തിൽ നമുക്ക് എല്ലാം ഉണ്ടായിട്ടും ആരും ഇല്ലാണ്ടാവുന്ന ഒരു സാഹചര്യമുണ്ട്. അതെന്നാന്ന് പറഞ്ഞാൽ ഏറ്റവും കൂടുതൽ മനുഷ്യൻ്റെ ആരോഗ്യം ഇല്ലാണ്ടാവുന്ന ഒരു സമയമുണ്ട്. സമ്പത്ത് ഉണ്ടായിട്ടൊന്നും ഒരു കാര്യമില്ല, ആരോഗ്യം ഇല്ലാണ്ടാവുന്ന ഒരു സമയത്ത് ആശ്വാസം നൽകാൻ ആരെങ്കിലും ഒരാൾ ഉണ്ടാവണം. അങ്ങനെ ജീവിതത്തിൽ നമ്മൾ കണ്ടുപരിചയമുള്ള ഒരു മനുഷ്യൻ്റെ ഉള്ള യഥാർത്ഥമായ സത്യസന്ധമായ ഒരു കഥയാണ്. ചെറിയ കഥയാണ്, പക്ഷേ ഒരുപാട് വലിയ മെസ്സേജ് ഉണ്ട്. അതിൽ ഞങ്ങൾ ഈ മൂപ്പറിനെ നമ്മളിങ്ങനെ വിട്ടൊഴിഞ്ഞ് കുറച്ച് കാലങ്ങൾ കഴിഞ്ഞിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഒരു സുപ്രഭാതത്ത് നമ്മുടെ ചെവിയിൽ കേൾക്കാനിട വന്നു, മൂപ്പർ ഫുൾ കടക്കപ്പായലായി, ഇനി ഒരിക്കലും എണീക്കില്ല, തളർന്നു പോയി, കൈയും കാലൊന്നും എണീക്കാൻ പറ്റാത്തൊരവസ്ഥയിലായി എന്ന് പറയുമ്പോൾ പെട്ടെന്ന് ആ കരളൊന്ന് കത്തും. കാരണം എന്താ പറയുക, നമ്മുടെയായ വ്യക്തികൾ, അത് സുഹൃത്തായിക്കോട്ടെ, രക്തബന്ധമായിക്കോട്ടെ, ആര് വേണമെങ്കിലായിക്കോട്ടെ, കരളൊന്ന് കത്തുന്ന സമയത്ത് അന്ന് തീരുമാനിച്ചു, ഈ നിമിഷം ഇപ്പം തന്നെ എത്രത്തോളം മിണ്ടാത്ത ആൾക്കാരാണെങ്കിൽ ഈ സമയത്താണ് മിണ്ടുന്നത്. കാരണം മരിച്ചു കഴിഞ്ഞിട്ട് അവരുടെ മക്കളെ വിളിച്ചിട്ടോ അല്ലെങ്കിൽ ഭാര്യയെ വിളിച്ചിട്ടോ അല്ലെങ്കിൽ അച്ഛനെ വിളിച്ചിട്ടോ അമ്മേനെ വിളിച്ചിട്ടോ അയ്യോ മരിച്ചുപോയി എന്ന് അറിഞ്ഞു അത് കാരണം കൊണ്ട് വിളിക്കുകയാണെന്ന് പറയുന്നത് ജീവിതത്തിൽ തകർന്നിരിക്കുക. അതാണ് കറിവേപ്പില എന്ന് പറയുക. അങ്ങനെ ഇരിക്കുന്ന സമയത്ത് അവരെ വിളിച്ചിട്ട് രണ്ട് ആശ്വാസവാക്ക് പറയണമെന്ന് തോന്നുന്നതാണ് മനുഷ്യത്വം എന്നുള്ളതിൻ്റെ പേര്. മനസ്സിലായില്ലേ? ഒരു മനുഷ്യനായ അങ്ങനെ വേണം. നിങ്ങൾക്ക് പറ്റാത്ത ആൾക്കാരായിരുന്നു, അവർക്കൊരു തകർച്ച വന്നു എന്ന് പറയുമ്പോൾ ഓടിച്ചെന്ന് അവർ അന്വേഷിക്കുന്നതിനേക്കാളും മുമ്പ് ആ വാതിലിന് മുമ്പത്ത് ഓടിച്ചെന്ന് എത്തണം, അല്ലെങ്കിൽ ഒരു ആശ്വാസവാക്കായിട്ട് നിങ്ങൾ എത്തണം. അങ്ങനെ ആ മനുഷ്യനെ വിളിച്ചിട്ട് പറഞ്ഞു. ആ മനുഷ്യൻ അന്തം വിട്ടുപോയി. എങ്ങനെ ഇത്, എന്താണ് സംഭവം പറഞ്ഞു. എന്തുകൊണ്ടാണ് തളർന്നിരിക്കുന്നത്?
എണീക്കണം, തളരാൻ പാടില്ല, തളരേണ്ട ആളല്ല നിങ്ങൾ. കാരണം എന്താ വെച്ചാൽ ആൾക്ക് ചില നല്ല ഗുണങ്ങളുണ്ടാവും. അതാണ് എന്നിലൊരു ഇൻസ്പിറേഷൻ വരുത്തിയത്. അപ്പോൾ നമ്മളെല്ലാം ഒരു ഇൻസ്പിറേഷൻ വരുത്താൻ അങ്ങനെ ഒരു തളർന്നിരിക്കുന്ന വ്യക്തി അങ്ങനെ ആകുമ്പോൾ ആൾ ചെയ്ത എന്തെങ്കിലും നല്ല ഗുണങ്ങളുണ്ടാവണം. ആളുടെ ഏറ്റവും നല്ല ഗുണങ്ങളെന്ന് പറഞ്ഞാൽ കുറേ കാലങ്ങളായിട്ട് ഏതൊരു വ്യക്തിയാണെങ്കിലും, ആളുടെ ബന്ധത്തിൽ പറ്റ വ്യക്തിയാണെങ്കിലും സുഹൃത്താണെങ്കിലും ആരാണെങ്കിലും ഒരു നേരത്തെ ഭക്ഷണമില്ല, കടക്കാനൊരു ഇടമില്ല എന്ന് പറഞ്ഞാൽ അങ്ങ് ഒരു പിണ്ടെങ്കിലും ഇല്ലെങ്കിലും അതിനൊരു നുള്ളു കൊടുത്തിട്ട് കടക്കാനൊരു സ്ഥലം കൊടുക്കുക. അതൊരു നല്ല കാര്യമാണ്. സാധാരണ ആരും ചെയ്യാറില്ല. വളരെ ചുരുക്കം കുറച്ച് ആൾക്കാർ മാത്രമേ ചെയ്യും. അതുകൊണ്ട് മാത്രം ഞാൻ ഒരു വലിയ ഇഷ്ടമുള്ള കാര്യമാണ്. എന്താ അറിയോ, ഈ എത്ര ശത്രുത ആരും എന്തായിക്കോട്ടെ, ചിലപ്പോ ഒരു മാസം മുമ്പ് വേണമെങ്കിൽ അവരുടെ വഴക്ക് കൂടി വേണ്ടാത്തും പറഞ്ഞ് തല്ലാനൊക്കെ പോയ ആൾക്കാരാണെങ്കിലും ആ വീടിന്റെ വാതിൽക്ക് ചെന്ന് കഴിഞ്ഞാൽ അതൊക്കെ പോട്ടെ, കയറി വാ എന്ന് പറയും. എന്നിട്ട് ഭാര്യയോട് പറയും, അതെ അതൊന്നും ഉണ്ടാക്കണ്ട, അവനവിടെ ഇരുന്നോട്ടെ, ഈ കാലത്തെ ഭക്ഷണമല്ലേ, ഭക്ഷണമൊക്കെ കൊടുത്തിട്ടോ. അപ്പോൾ അങ്ങനെ ഒരു കാര്യം കൂടെ ഉള്ളത് കൊണ്ട് ഈ വ്യക്തിയെ ആ സമയത്ത് വിളിച്ചിട്ട് എന്ത് പറ്റി നിങ്ങൾക്ക്, അതൊരു ശരിക്കും പറഞ്ഞൊരു പവറാണ്. നമ്മൾ തളർന്ന് കിടക്കുമ്പോൾ ആരും നമ്മളെ ആശ്വസിപ്പിക്കാൻ ഇല്ലാണ്ടാവുമ്പോൾ എന്ത് പറ്റി നിങ്ങൾ തളർന്ന് കിടക്കേണ്ട വ്യക്തിയല്ല, നിങ്ങൾ എണിച്ച് നടക്കണം. നിങ്ങളുടെ വാശി, നിങ്ങളുടെ ഉള്ളിലുള്ള ആ പഴയ വ്യക്തി നിങ്ങൾ ഉണർന്നെന്ന് പറഞ്ഞിട്ട് അയാളെ എണുത്താൻ കഴിവുള്ളവനാണ് യഥാർത്ഥ സുഹൃത്തും യഥാർത്ഥ ബന്ധുക്കളും. അയാൾക്ക് എന്ത് ദോഷങ്ങൾ വേണമെങ്കിലും ഉണ്ടാവും. അയാൾക്ക് ചിലപ്പോൾ നല്ല വ്യക്തിയാവേണ്ടത്, പക്ഷെ നിങ്ങൾക്ക് കാണിച്ച ആ നന്മ അത് നിങ്ങളുടെ ജീവിതകാലം മുഴുവനും മറക്കാൻ പാടില്ല. ആ തളർച്ചയുടെ സമയത്ത് എണീക്കണം എന്ന് പറഞ്ഞാൽ അയാൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാനും വ്രതം എടുക്കാനും ഈ വ്യക്തി എണീക്കണം, നടക്കണം എന്ന് പറഞ്ഞാൽ നിസ്വാർത്ഥമായിട്ട് 5 പൈസയുടെ ഉപകാരം അയാളെ കൊണ്ട് ഉണ്ടെന്ന് പറഞ്ഞിട്ടല്ല, നമ്മൾ കണ്ടു പറഞ്ഞ വ്യക്തിയാണ്. ആള് മറ്റുള്ളവർക്ക് ഉപകാരപ്പെടുകയാണെങ്കിലും ഒരു വ്യക്തി ഞങ്ങൾ കണ്ടവർ ഒരിക്കലും ഇങ്ങനെ ആവരുത്, ഇങ്ങനെ ആവാൻ പാടില്ല. ഒരാളുടെ അവസാനം എന്നുള്ള ചിന്ത ഇയാളെ രക്ഷപ്പെടണം എന്നുള്ള ചിന്തയും കൊണ്ട് വിളിച്ചു. ആ സംസാരം വർഷങ്ങളോളം 1 or 2 വർഷങ്ങളിൽ സംസാരിച്ചു കൊണ്ടിരിക്കുന്നവരെ ഒരു ബന്ധുക്കളും ഇല്ല, സ്വന്തക്കാരും ഇല്ല, ഒന്നുമില്ല. അത്യാവശ്യം കാശൊക്കെ ജീവിക്കാനുള്ളതൊക്കെ ഉണ്ട്. പറഞ്ഞു വരികയാണ്. അപ്പോൾ അങ്ങനെ അസുഖമൊക്കെ മാറി. അത് പറയാം, അമ്മ പറയും. അല്ല, അപ്പോൾ ഞങ്ങൾ വിളിച്ച് ആശ്വാസവാക്കൊക്കെ പറഞ്ഞു. അതുപോലെ അവർക്ക് വേണ്ടി പ്രാർത്ഥിച്ചു. പിന്നെ കുറച്ച് ദിവസം കഴിഞ്ഞപ്പോൾ ആൾ ആരോഗ്യവാനായി. അപ്പോൾ സന്തോഷമായി. അതിശയത്തെ കൂടെ എന്നും ആൾ പറയുന്നൊരു വാക്കുണ്ടായിരുന്നു. ഞാൻ അങ്ങനെ തളർന്നു കിടക്കുന്ന സമയത്ത് ഒരു ഫോൺ കാൽ വന്നിട്ട് നിങ്ങൾ എണീക്കണം, നിങ്ങളെ കൊണ്ട് സാധിക്കും, നിങ്ങൾ അങ്ങനെ ഒരു വ്യക്തിയല്ല പറഞ്ഞ് പ്രചോദനം തരാൻ ഒരാളുണ്ടായിരുന്നല്ലോ. അത് വല്ലാത്തൊരു ധൈര്യമാണെന്ന് പറഞ്ഞു. ആ ധൈര്യം വേറൊന്നുമല്ല, നമുക്ക് വേണ്ടി പ്രാർത്ഥനയ്ക്കാളും മറ്റുള്ളവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുമ്പോൾ തീർച്ചയായിട്ടും അതിനൊരു സ്വാർത്ഥത ഇല്ലാണ്ടിരുന്ന നിസ്വാർത്ഥമായ പ്രാർത്ഥനയാണെങ്കിൽ അതിന് ഫലം ഉണ്ടാവും. ആ ഫലമാണ് അവിടെ കണ്ടത്. അങ്ങനെ 1-2 വർഷങ്ങൾ ഇങ്ങനെ കഴിഞ്ഞ് പോയിക്കൊണ്ടിരുന്നത്. അന്ന് പിന്നെ ദിവസം രാവിലെ ആണെങ്കിലും വൈകുന്നേരം ആണെങ്കിലും വിളിക്കും. ഫോണിൽ അങ്ങോട്ട് വിളിച്ചിട്ടെങ്കിൽ ഇങ്ങോട്ട് വിളിക്കും, ഇങ്ങോട്ട് വിളിച്ചിട്ടുണ്ടെങ്കിൽ അങ്ങോട്ട് വിളിക്കും. ഒരു ദിവസം വിളിക്കാണ്ട് എല്ലാ നേരം ഫോൺ വന്നില്ല എന്ന് ഇങ്ങോട്ടും ചോദിക്കും. അതുപോലെ ഒരു ദിവസം ഫോൺ വരാനും എന്താണാവോ ഫോൺ വന്നില്ല എന്ന് നമ്മളും അങ്ങനെ ഒരു ഒരുപാട് അസുഖങ്ങളും കാര്യങ്ങളൊക്കെ ഉള്ള വ്യക്തികളായതുകൊണ്ട് പരസ്പരം അങ്ങനെ ചോദിക്കും. അങ്ങോട്ടും ഇങ്ങോട്ടും ഒരു ഭയങ്കര സ്നേഹത്തോടെ, അത് ആത്മാർത്ഥമായ സ്നേഹമാണ് കേട്ടോ. അതെന്താ വെച്ചാൽ നമ്മൾ ഒന്നാണല്ലോ, അതുകൊണ്ട് ഒന്നാണ് എന്നുള്ള ഇതുകൊണ്ടുള്ള സ്നേഹമാണ്. അങ്ങനെ ഒരുപാട് സ്നേഹത്തോടെ ഇരിക്കുക. അപ്പം എന്നും പറയും നിങ്ങളൊന്നും ഇങ്ങോട്ട് വരട്ടെ. അപ്പം എന്താ അറിയോ, 2 സ്റ്റേറ്റിലാണ് 2 പേരും, 2 സംസ്ഥാനത്തല്ലേ. അപ്പോൾ ഒരാൾ നമ്മുടെ കൂടെ, ഒരാൾ കേരളത്തിലാണെങ്കിൽ മറ്റൊരാൾ വേറെ സംസ്ഥാനം. അപ്പം എന്താ പറഞ്ഞാൽ പെട്ടെന്നൊന്നും പോയി വരാൻ പറ്റില്ല. അപ്പോൾ തൃശ്ശൂരോ എറണാകുളമൊക്കെ പോണ പോലെ അല്ലല്ലോ, യാത്ര ചെയ്യാനും ബുദ്ധിമുട്ട്. പോയി വരികയെന്ന് പറഞ്ഞാൽ സാഹചര്യങ്ങളും കൊണ്ട് അങ്ങോട്ടും ഇങ്ങോട്ടും നേരിട്ട് പോയി വീട്ടിൽ പോകാനൊന്നും വലിയ പക്ഷെ പോവും, അത്യാവശ്യങ്ങൾക്ക് പോകേണ്ടി വന്നാൽ പോവും. അല്ലാണ്ട് അങ്ങനെ പോകാനൊന്നുമില്ല, എപ്പോഴെപ്പോഴും പോകാനൊന്നും പറ്റില്ല. അപ്പോൾ അവരുടെ തോന്നൽ എന്താ പറയുക, എന്നും ഫോണിലൊക്കെ സംസാരിക്കുമ്പോൾ ചോദിക്കും നിങ്ങളൊന്നും ഇങ്ങോട്ട് വരില്ല എന്നൊക്കെ പറയും. പക്ഷേ അങ്ങനെ ഇരിക്കുമ്പോൾ വേറെ കുറേ ആൾക്കാർ അങ്ങോട്ട് പോകാനിടയായി. എന്ന് വെച്ചാൽ ആളെ മെച്ചപ്പെട്ടൊക്കെ എന്ന് വെച്ചാൽ ആള് അസുഖം പിടിച്ച് കിടക്കുമ്പോൾ ആരും പോകാനും വരാനും ഒന്നും ഇല്ലാത്ത വീട്ടിലേക്ക് ഇയാളൊക്കെ ഒന്ന് ഉഷാറായി പണ്ടത്തെ ആ ലെവലിലേക്ക് വരുമ്പോൾ ഇഷ്ടം പോലെ ആൾക്കാരായി ആൾക്ക്. അതാണ് അതിൻ്റെ സത്യാവസ്ഥ. അങ്ങനെ ഇഷ്ടം പോലെ ആൾക്കാരാകുമ്പോൾ ഇങ്ങോട്ട് തന്നെ മനസ്സിനൊരു തോന്നൽ വരാൻ തുടങ്ങി. എനിക്ക് ഇവർ അകലെ നിന്നൊരു ഫോൺ വിളിക്കാനുള്ളൂ, കുറേ നല്ല കാര്യങ്ങൾ പറയും, ഞാൻ അങ്ങനെ എൻ്റെ സങ്കടം പങ്കിടും, അവൻ്റെ സങ്കടവും സന്തോഷവും ഇങ്ങോട്ട് പങ്കിടും. ഇതുകൊണ്ട് എനിക്കെന്ത് ലാഭം? ഓടി വരാനും നമ്മുടെ അടുത്ത് ഇരിക്കാനും കെട്ടിപ്പിടിക്കാനും ഉമ്മ വയ്ക്കാനും ഇപ്പോൾ ആൾക്കാരായല്ലോ എന്ന് അപ്പത്തെ താത്കാലിക ചിന്ത മാത്രമാണ് ചിന്തിച്ചു. എന്താ ചിന്തിച്ച്, ഒരാളും ഇല്ലാണ്ടിരിക്കുന്ന സമയത്ത് സമ്പത്ത് മാത്രം ഉണ്ടായിട്ട് കാര്യമില്ല. ഒരാളും ഇല്ലാണ്ടിരിക്കുന്ന സമയത്ത് ആത്മധൈര്യം നൽകാനുണ്ടായ ആൾക്കാരെ കുറേ ആൾക്കാരായപ്പോൾ ഇവർക്ക് സ്വയം തോന്നി മറക്കണം. കാരണം ഇവർ ദൂരമല്ലേ, ഇവർ ഫോണിൽ കൂടെ മാത്രമേ ബന്ധമുള്ളൂ. കാരണം ഇവർ അകലെ ഇരിക്കുന്ന ആൾക്കാരാണ്. മറ്റുള്ളവർ അങ്ങനെയല്ല, ഓടി വരാനും അടുത്ത് ചേരാനും പങ്കിടാനും ഉമ്മ വയ്ക്കാനും കെട്ടിപ്പിടിക്കാനും ഒക്കെ ആയപ്പോൾ ആ സ്നേഹത്തിന് മതിമറിഞ്ഞു പോയ ആൾ
എന്താണ് ചെയ്തത്? എങ്ങനെയെങ്കിലും ഒഴിവാക്കാൻ ഒരു കാരണം കണ്ടുപിടിക്കുന്നത്. കാരണം വേണ്ട, ആവശ്യമില്ല. അന്ന് ഞാൻ കടപ്പിലായതോ അല്ലെങ്കിൽ അനുസരിച്ച് വയ്യാണ്ടായതൊക്കെ മറന്നു. കാലഘട്ടങ്ങൾ അല്ലെങ്കിൽ സമയമോടെ അത് മറവിപ്പിച്ചു. കാരണം അന്ന് ഓർക്കണം, ഈ കരുവേപ്പില പറഞ്ഞ പോലെ ആരോഗ്യമില്ലാത്തൊരു വ്യക്തി കരുവേപ്പിലയ്ക്ക് തുല്യമാണ്. അപ്പോൾ ആരോഗ്യമില്ലാത്ത ആ വ്യക്തിക്ക് എത്ര ദിവസം തന്നെ ആ വീട്ടിനുള്ളൊരു വിലയുണ്ടാവും. ആരോഗ്യം തിരിച്ചു വന്നപ്പോൾ ആൾക്കാരൊക്കെ അന്ന് ഓടി വന്നെത്തി. ആ കടക്കപ്പായിൽ കിടക്കുമ്പോൾ നമുക്ക് സ്വാഭാവികമായിട്ട് മനുഷ്യൻ്റെ എല്ലാം അവിടെ തന്നെയാണല്ലോ കിടക്കപ്പോൾ. ആ ഒരു സ്ഥിതിയിലുള്ളപ്പോഴാണ് ജനങ്ങൾ ഓടി എത്തേണ്ടതും അല്ലെങ്കിൽ ഓടി എത്താൻ പറ്റാത്തവർ വിളിച്ചൊരു ആശ്വാസവാക്ക് പറയേണ്ടതും. അന്നൊരു മനുഷ്യനെ കണ്ടില്ല. പിന്നെ ഈ ഓടി വരുന്ന ജനങ്ങളെ കാണുമ്പോൾ ഈ വ്യക്തിക്ക് മനസ്സിലാക്കാനുള്ള കഴിവുണ്ടാവണമായിരുന്നു ഇതൊക്കെ എന്താണ് എന്ന്. ആ കഴിവില്ലാത്തത് കൊണ്ട് എന്ത് സംഭവിച്ചു? അന്ന് ആ കരുവേപ്പിലായിരിക്കുന്ന സമയത്ത് ഇങ്ങോട്ട് വിളിച്ച ആ കരുവേപ്പകളെന്ന് ഇയാൾ വിചാരിക്കുന്ന വ്യക്തികളുണ്ടല്ലോ, അവർ മാത്രം അന്ന് ഉണ്ടായിരുന്നുള്ളൂ. അയാളെ ഇവരൊരു പേര് വെച്ചു, എന്താ അറിയോ? കരുവേപ്പിലാണ്. കാരണം ഒന്നിനും കൊള്ളാത്ത നിങ്ങൾ കരുവേപ്പിലയാണ്. കാരണം എവിടെ ബന്ധങ്ങൾ പറഞ്ഞാൽ എങ്ങനെയാണ് ആളുടെ അഭിപ്രായത്തിൽ? അപ്പപ്പ വരണം, അപ്പപ്പ പോകണം, അതുപോലെ ഞങ്ങൾ അങ്ങോട്ട് വരണം, നിങ്ങൾ ഇങ്ങോട്ട് വരണം, അങ്ങനെ ഉണ്ടെങ്കിൽ മാത്രമല്ല. സ്നേഹം എന്ന് പറഞ്ഞത് എത്ര അകലെ കാണാതിരിക്കുന്നതോടും സ്നേഹം കൂടുകയാണ് ചെയ്യാന്ന് പറയും. അകലെ ആയിരിക്കുന്നതോടും സ്നേഹം കൂടുക ചെയ്യാം. അപ്പൊ എപ്പോഴെങ്കിലും ഒന്ന് വിളിക്കുക പറയുകയൊക്കെ ദിവസം ചെയ്താൽ പോരെ. അല്ലാണ്ട് അടുത്ത് പോയി അവിടെ പോയി നമ്മൾ ഭക്ഷണം കഴിച്ചു, അവരിവിടെ വന്ന് കഴിച്ചു. അതുകൊണ്ട് തന്നെ അകലെയാണെങ്കിലും മനസ്സുകൊണ്ട് നല്ല ഒരു സ്നേഹം, എന്താ പറഞ്ഞാൽ ആത്മാർത്ഥത ഉണ്ടെങ്കിൽ, അത് മനസ്സുകൊണ്ടുണ്ടെങ്കിൽ അവർ ഇവർക്ക് വേണ്ടി അവർക്ക് വേണ്ടിയൊക്കെ പ്രാർത്ഥിക്കലും നന്മകൾ നേടുകയൊക്കെ. അത് തന്നെ ഏറ്റവും വലിയ സ്നേഹമാണ്. അതാണ് ഏറ്റവും വലിയ സ്നേഹം. അല്ലാണ്ട് ഇപ്പം അവിടെ പോയി ആതിഥ്യം സ്വീകരിച്ചു, അവരുടെ കുറെ നമ്മൾ കഴിച്ചു, അവർ നമ്മുടെ വീട്ടിൽ വന്ന് കഴിച്ചു, അതിനൊന്നും ഒരു കാര്യമില്ല. ആത്മാർത്ഥമായ സ്നേഹം എന്ന് പറഞ്ഞാൽ നമ്മൾ ഒരാൾ തളർന്നു കിടക്കുന്ന സമയത്ത് അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുക, അവരുടെ നന്മ ആഗ്രഹിക്കുക. പിന്നെ എവിടെയായിരുന്നാലും അവർ നന്നായിരിക്കട്ടെ എന്നുള്ള എന്നുള്ള നമ്മുടെ പ്രാർത്ഥനയിൽ അവരെ ഉൾക്കൊള്ളിക്കുക. അതൊക്കെയല്ലേ സത്യത്തിൽ. അതൊക്കെ മനസ്സിലാക്കാണ്ടാണ് ഈ ആൾക്കാർ നമ്മുടെ വീട്ടിൽ വരുന്നില്ല, അവരൊരു ഇതിനും വരുന്നില്ല, ഈ ഫോണിൽ കൂടെ ഉള്ളതല്ലേ ഉള്ളൂ. അതിനേക്കാളും നല്ലത് വീട്ടിൽ വരുന്ന ആൾക്കാരായിട്ടാണ് നമുക്ക്. എന്നാൽ അങ്ങനെ ഇരുന്നോട്ടെ, ആ മനോഭാവത്തിൽ മനസ്സിനുള്ളിൽ ഒളിച്ചു വെച്ചോട്ടെ, പക്ഷെ അത് പുറത്തേക്ക് പ്രകടിപ്പിക്കാൻ പാടില്ല. അതും നല്ലതാണ്. ആ ആൾക്കാർ സ്നേഹിക്കട്ടെ, സ്നേഹിക്കണ്ടെന്ന് ആരും പറയില്ല, പക്ഷേ മറ്റുള്ളവർ തടയരുത്. അപ്പോൾ എന്താന്ന് പറഞ്ഞാൽ എന്നും വിളിക്കുന്ന പോലെ തന്നെ ഈ ജനക്കൂട്ടങ്ങളുടെ ഇടയിലായിട്ട് നിൽക്കുമ്പോഴും ഇതേപോലെ ആരുമില്ലാത്തപ്പോൾ വിളിക്കുന്ന ഈ വ്യക്തികൾ വീണ്ടും വിളിച്ചപ്പോൾ എന്താ സന്ദർഭത്തിൽ വ്യത്യാസം എന്ന് പറഞ്ഞാൽ, അന്ന് ഞങ്ങളുടെ ഒരു വിളിക്ക് വേണ്ടി കാത്തിരിക്കേണ്ട ഈ ഒരു വ്യക്തി തന്നെ ഞങ്ങളുടെ വിളി ഒരു ശല്യമായിട്ട് മാറി. അപ്പോൾ ഓട്ടോമാറ്റിക്കലി ആ ബന്ധം എന്നേക്കുമായി അകന്നുപോയി. ഇപ്പം എൻ്റെ അഭിപ്രായം ശരിയാണെങ്കിൽ ഇയാൾ നഷ്ടപ്പെടുത്തി എന്ന് പറയുന്ന ആ ബന്ധം ഉണ്ടല്ലോ, യഥാർത്ഥത്തിൽ ഇങ്ങോരെ ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിക്കാനും നിസ്വാർത്ഥമായിട്ട് ഇങ്ങോർക്ക് വേണ്ടിയിട്ട് ഇങ്ങോരെ നന്മയ്ക്ക് വേണ്ടി ചിന്തിക്കാനും ഉള്ളൊരു ബന്ധമായിരുന്നു. ആ ബന്ധം ചുറ്റുവട്ടം കൂടിയ പലരുടെയും വാക്കുകൾ കേട്ട് ഇന്നലകളെ മറന്ന്, ഇന്നലകൾ ഞാൻ എന്തായിരുന്നു, ഏതവസ്ഥയിലായിരുന്നു ഈ ബന്ധം വന്ന് കൂടിയത് എന്നുള്ള ചിന്ത ആൾ മറന്നുപോയി. ഇന്നത്തെ എൻ്റെ അവസ്ഥ എന്താണെന്ന് മാത്രം നോക്കി. യഥാർത്ഥത്തിൽ ഞാൻ പറയുകയാണെങ്കിൽ ഇന്ന ആൾ ഏകനാണ്. എന്താ ഏകനാണെന്ന് പറയാൻ കാരണം, ഈ സമ്പത്ത് കണ്ടിട്ട് ഒപ്പം കൂടിയ ആരോ അതിൻ്റെ ഒപ്പം ഉണ്ടോ ഇല്ലേ, പക്ഷെ ആത്മാർത്ഥമായിട്ട് സ്നേഹിക്കാനുള്ള ഒരു വ്യക്തിയും കൂടി ആളുടെ ഒപ്പം എന്നുള്ളത്. സമ്പത്ത് മാത്രം പോരാ, ആത്മാർത്ഥതയുള്ള കുറച്ച് ആൾക്കാരും കൂടി ഉണ്ടാവുമ്പോഴാണ് തീർച്ചയായിട്ടും ആ സമ്പത്തും ആത്മാർത്ഥയും രണ്ടും കൂടി കൂടുമ്പോഴാണ് മനസ്സിന് സന്തോഷം കിട്ടുക. അല്ലാണ്ട് പോലെ സമ്പത്ത് മാത്രം ഉണ്ട്, ഒരു എനിക്കിപ്പോൾ കഴിക്കാനും കുടിക്കാനും തിന്നാനും എല്ലാം ഉണ്ട്, വസ്ത്രത്തിനും ഒന്നിനും കുറവില്ല, എനിക്ക് ആരും വേണ്ട എന്നുള്ള തോന്നലില്ലേ, അതൊരിക്കലും ഒരു മനുഷ്യന് സന്തോഷം തരില്ല, സമാധാനവും തരില്ല. എന്താ പറഞ്ഞാൽ അതിൻ്റെ കൂടെ നമുക്ക് നമ്മളെ ആത്മാർത്ഥമായി സ്നേഹിക്കാൻ ഒരാളെങ്കിലും വേണം. അതില്ലാതിരുന്നുണ്ടെങ്കിൽ ആ ആൾക്കാരെ നമ്മൾ ഒരിക്കലും നഷ്ടപ്പെടുത്തരുത്. കാരണം എന്താന്ന് പറഞ്ഞാൽ അതാണ് ഏറ്റവും വലിയ നമ്മുടെ സമ്പാദ്യം എന്ന് പറയുന്നത്. നമുക്ക് എന്തൊക്കെ ഉണ്ടെങ്കിലും കൂടി നമ്മുടെ ഏകനാണ്, എന്തൊക്കെ ഉണ്ടെങ്കിലും ഞാൻ ഒറ്റയ്ക്കല്ലേ, അങ്ങനെ ഒരു തോന്നൽ നമ്മുടെ മനസ്സിൽ വരാൻ പാടില്ല. പിന്നെ എന്താ പറഞ്ഞാൽ നമ്മളിപ്പോൾ ഒരുപാട് ഭക്ഷണങ്ങളൊക്കെ ഉണ്ടാക്കി നമ്മൾ തന്നെ ഇരുന്ന് കഴിക്കുമ്പോൾ നമുക്ക് എന്ത് സുഖം ഉണ്ടാകും. തീർച്ചയായിട്ടും അത് നമ്മുടെ ചുറ്റും കൂടി എല്ലാവരും കൂടി ഉല്ലസിച്ച് ചിരിച്ചും കളിച്ചെന്തെങ്കിലും കഴിക്കുമ്പോൾ അതിനൊരു അതേപോലെ തന്നെയാണ് ബന്ധങ്ങൾ. നമുക്ക് സമ്പത്തുണ്ടായാലും ഇല്ലെങ്കിലും ഈ ബന്ധങ്ങളും സ്വന്തങ്ങളും സ്നേഹത്തോടെയുള്ള ബന്ധങ്ങൾ, ഏതേ ബന്ധമാണെങ്കിലും ശരി, ഫ്രണ്ട്സ് ആണെങ്കിലും സഹോദരങ്ങളാണെങ്കിലും ബന്ധുക്കളാണെങ്കിലും ഏത് ബന്ധത്തിലും ആത്മാർത്ഥ സ്നേഹം ഉണ്ടെങ്കിൽ ആ ബന്ധത്തിനെ ഒരിക്കലും ആരും ഒഴിവാക്കരുത്. അത് തിരിച്ചറിയാൻ കഴിവ് വേണം. എന്താ പറഞ്ഞാൽ ചിലർ പെട്ടെന്ന് തന്നെ ഈ ബാഹ്യമായ ഒരു പെരുമാറ്റമില്ലേ ചിലരുടെ, അത് കാണുമ്പോൾ അതിനങ്ങോട്ട് വീണു പോകും. പക്ഷെ അതിന് ആത്മാർത്ഥത ഉണ്ടോ എന്ന് ഒരിക്കലും ചിന്തിക്കില്ല.
പൊന്നേ മുത്തേ അങ്ങനെയൊക്കെ വിളിച്ചിട്ട് അങ്ങോട്ട് അവരുടെ അങ്ങനെ എല്ലാവർക്കും അതുപോലെ പ്രകടിപ്പിക്കാനുള്ള കഴിവുണ്ടാവില്ല. കാരണം ശരിക്കുള്ള സ്നേഹം അതല്ലേ, മനസ്സിൻ്റെ ഉള്ളിൽ സ്നേഹം ഉണ്ടാവും. അമ്മ ഇത് പറഞ്ഞപ്പോൾ എനിക്കൊരു ഓർമ്മ വന്നു. ഒരു വീട്ടിൽ ഇതേപോലെ അവർ വളരെ പാവപ്പെട്ടവരായിരുന്നു. ആ വീട്ടിൽ പോകുമ്പോൾ വളരെ നല്ല അതിഥി സത്കാരം കാര്യങ്ങളൊക്കെ ആയിരുന്നു. പിന്നീട് അവർ വലിയ പൈസക്കാരായി. അപ്പോൾ പൈസക്കാരായ വീട്ടിലേക്ക് പോയ ബന്ധുവിനോടൊരു ചോദ്യം ചോദിച്ചു, നിങ്ങൾ അന്ന് വന്നതിനും ഇന്ന് വന്നതിനും എന്താ വ്യത്യാസം എന്ന് ചോദിച്ചു. അപ്പോൾ സ്വാഭാവികമായിട്ട് നല്ലൊരു മനുഷ്യൻ എന്ത് പറയും, ഞങ്ങളുടെ അന്ന് വന്നപ്പോഴും നിങ്ങളുടെ പെരുമാറ്റം നല്ലതായിരുന്നു, ഇന്ന് വന്നപ്പോഴും നിങ്ങളുടെ പെരുമാറ്റം നല്ലത് തന്നെയാണ്, എനിക്കൊരു വ്യത്യാസം കണ്ടില്ല എന്ന് പറഞ്ഞു. പക്ഷെ അത് ആ വ്യക്തിക്ക് ഇഷ്ടമായില്ല. കാരണം ഇന്ന് ഇയാൾ കോടീശ്വരനാണ്, അന്ന് അയാൾ ഒരു മിഡിൽ ക്ലാസ് ജീവിതം നയിക്കുന്ന സാധാരണ വ്യക്തിയാണ്. അയാൾ എടുത്ത വാക്കിന് വന്നു, അത്രേ തോന്നിയുള്ളൂ, അന്നും ഇന്നും ഞാൻ ഒരുപോലെയാണോ, ഇന്ന് എൻ്റെ ട്രീറ്റ്മെൻറ്റ് ഭയങ്കരമല്ലേ, ഞാൻ നിങ്ങളുടെ ഹോട്ടലിൽ കൊണ്ടുപോയിട്ടല്ലേ ഭക്ഷണം കഴിപ്പിക്കണം. അപ്പോൾ അയാൾ പറഞ്ഞു, നിങ്ങൾ ഹോട്ടലിൽ കൊണ്ടുപോയി ഭക്ഷണം തരുന്നേക്കാളും എത്രയോ നല്ലതായിരുന്നു നിങ്ങൾ മനസ്സറിഞ്ഞ് മനസ്സിട്ട് നിങ്ങളുടെ കൈ കൊണ്ട് തരുന്ന ഭക്ഷണം. കുറച്ച് കഴിഞ്ഞപ്പോൾ ആട് തിരിച്ചു വന്നിട്ട് പറഞ്ഞു, നീ അയാളടുത്ത് പറയാണ് കേട്ടോ, നീ അന്ന് കണ്ട പോലെയല്ല, നീ തനി കൂതറ എന്നൊരു വാക്കുണ്ട് കേട്ടോ, തനി കൂതരയായിപ്പോയി. അന്ന് നിനക്ക് നല്ല സൗന്ദര്യമായിരുന്നു, നാലാൾക്കാരുടെ പുറത്ത്. ഇന്ന് എനിക്ക് സൗന്ദര്യമില്ല, വിവരമില്ല. കാരണം അന്നത്തെ ഞാനല്ല ഇന്ന് ഞാൻ കോടീശ്വരനാണ്, അന്ന് ഞാൻ ഒന്നുമില്ലാത്തവനായിരുന്നു. അപ്പോൾ അയാൾക്ക് വേണ്ടി വരുന്നത് മുഖസ്തുതിയായിരുന്നു. മുഖസ്തുതിയിൽ വീണ് പോകുന്ന ആൾക്കാരുടെ ചരിത്രമാണത്. അതേപോലെ അമ്മ ഈ പറഞ്ഞ കഥയിൽ ഒരു ഉള്ളടക്കമുണ്ട്. എന്താ അറിയോ, അന്ന് അവശനായി കിടക്കുന്ന ഈ ഒരു വ്യക്തിനെ സ്വന്തം ബന്ധുക്കൾ ആ വീട്ടിൽ ഈ ചോറും ഒക്കെ തിന്ന് അവിടെ തന്നെ അഭയം തേടിയ ആൾക്കാരൊക്കെ ഓരോരുത്തരായി പടിയിറങ്ങിപ്പോയി. അവസാനം ചുറ്റുവട്ടുള്ള ഒരു നാട്ടുകാരും പറഞ്ഞു, ഇനി അവൻ ജീവിച്ചിരുന്നൊരു കാര്യമൊന്നുമില്ല, ജീവിക്കുന്നും തോന്നുന്നില്ല, അവൻ വെറും കരുവേപ്പിലയായി എന്ന് പറഞ്ഞു. മനസ്സിലായില്ലേ? അതാണ് ഈ കരുവേപ്പിലയായിട്ട് ഞാൻ ബന്ധപ്പെട്ട് പറയാനുള്ള കാരണം. പക്ഷേ ഇയാൾ പൂർണ്ണ ആരോഗ്യവാനായി വീണ്ടും രക്ഷപ്പെട്ട് വീണ്ടും അയാൾ പഴയ ലെവലിലേക്ക് എത്തുന്നു. ഇത്തിരി വർഷങ്ങൾക്കുള്ളിൽ ആരാണോ ആദ്യമായിട്ട് ഇയാളെ വിളിച്ചത്, ഒരു ബന്ധമില്ലാത്തപ്പോൾ ഏത് ബന്ധമാണ് ഇയാളെ ഇറുകി പിടിച്ച് ഞങ്ങളുണ്ട് കൂടെ എന്ന് പറഞ്ഞത്, ആ ബന്ധത്തിന് ഇയാളൊരു പേര് വെച്ചു. എന്താണറിയോ? കരുവേപ്പില. മനസ്സിലായില്ലേ? അപ്പോൾ ഈ കരുവേപ്പില എത്ര നല്ല ഉദാഹരണമാണെന്ന് കേട്ട് നോക്കൂ. നിങ്ങളുടെ എത്ര വിലപിടിപ്പുള്ള മീൻ മേടിച്ചാലും ഇറച്ചി മേടിച്ചാലും എന്ത് മേടിച്ചാലും കരുവേപ്പില എന്ന ഉദാഹരണം കൊടുക്കുമ്പോൾ നമ്മൾ താഴ്ന്നുപോയ വ്യക്തികളെ കൊടുക്കുകയാണെങ്കിൽ കരുവേപ്പിലയ്ക്ക് തുല്യം കരുവേപ്പിലയില്ല അല്ലേ? അതിൻ്റെ ഒരു സുഗന്ധം, അതിൻ്റെ ഒരു ടേസ്റ്റ് വരെ ഉള്ളപ്പോഴല്ലേ ചില സമയങ്ങളിൽ നിങ്ങൾ കരുവേപ്പില എന്ന് വിചാരിക്കുന്ന ചില വ്യക്തികളായിരിക്കും ജീവിതത്തിൽ ഏറ്റവും നന്മയുള്ള വ്യക്തികളാണ് നിങ്ങളുടെ മുമ്പർത്ത് വരും. ചിലർ പെട്ടെന്ന് വലിയ സ്ഥാനങ്ങൾ കിട്ടുമ്പോൾ അവർക്ക് മുഖസ്തുതി കേൾക്കാൻ ഭയങ്കര ഇഷ്ടമായിരിക്കും. പക്ഷേ എല്ലാ വ്യക്തികളും നിങ്ങളോട് മുഖസ്തുതി പറയില്ല. കാരണം മുഖസ്തുതി പറയുന്ന വ്യക്തികൾ നിങ്ങളിൽ നിന്ന് നേടാൻ വേണ്ടി മാത്രം കാത്തിരിക്കുന്നവരായിരിക്കും. പക്ഷേ മുഖസ്തുതി പറയാതെ നിങ്ങളറിയാതെ നിങ്ങളെപ്പറ്റി അപ്പുറത്ത് പോയിട്ട് നല്ലത് പറയില്ലേ, ആ വ്യക്തി വളരെ നല്ലവനാണെന്ന് പറയാം, അവരാണ് യഥാർത്ഥ വ്യക്തി. നിങ്ങളുടെ മുഖത്ത് നോക്കിയിട്ട് അയ്യോ നീ ഇപ്പോൾ ഭയങ്കര വലിയ ആളായി എന്ന് പറഞ്ഞിട്ട് കെട്ടിപ്പിടിച്ചൊരു ഉമ്മയും കൊടുത്ത് കയ്യിൽ തട്ടിപ്പറിച്ച് പോകണവനല്ല മനുഷ്യൻ. നിങ്ങളുടെ എന്ത് തന്നോ നിങ്ങളുടെ കയ്യിൽ വെച്ചോളൂ, വേണ്ടാന്ന് പറഞ്ഞിട്ട് പിന്നെ നിർബന്ധിച്ച് തരികയാണെങ്കിൽ സ്നേഹമാണല്ലോ, അതിന് വേണ്ടാന്ന് പറയരുത്. സ്നേഹം കൊണ്ട് ഒരാളെ തരുമ്പോൾ ഒരിക്കലും ആരും വേണ്ടാന്ന് പറയരുത്. പ്രസൻറ്റേഷൻ ആയിക്കോട്ടെ, നിങ്ങൾക്കൊരു കൈനീട്ടമായിക്കോട്ടെ, അത് മേടിക്കാനുള്ള അവകാശം എല്ലാവർക്കും ഉണ്ട്. മേടിക്കണം. മേടിച്ചിട്ട് ആളുടെ മുഖത്ത് നോക്കിയിട്ട് നീ ദൈവമാണെന്നോ നീ വലിയൊരു വ്യക്തിയാണെന്നൊന്നും പറയാൻ പാടില്ല. ആൾ മാറി നിൽക്കുമ്പോൾ വേറെ ആൾക്കാർ വന്നിട്ട് പറയണം, നിങ്ങൾ അന്ന് നിങ്ങളുടെ അടുത്ത് വന്ന് പോയ വ്യക്തി നിങ്ങളെപ്പറ്റി നല്ല അഭിപ്രായം പറഞ്ഞു എന്ന് പറയുമ്പോഴാണ് ആ അഭിപ്രായം നല്ലതാവണത് അല്ലേ? പക്ഷെ ഇങ്ങനെയൊക്കെ പറയണ അമ്മ മുഖത്ത് നോക്കി പറയരുത് പറഞ്ഞില്ലേ? എന്നാലും ഒരു ഭക്ഷണം ഉണ്ടാക്കിയിട്ട് എങ്ങനെയുണ്ട് മോനെ പറയുമ്പോൾ ഞാൻ അങ്ങോട്ട് നോക്കിയിട്ട് പറയുമ്പോൾ ഇങ്ങോട്ട് നോക്കിയിട്ട് പറയടാന്ന് പറഞ്ഞല്ലോ. അത് ശരി. അപ്പൊ ഓരോന്ന് അതാ ഞാൻ അതിന്റെ ഇടയ്ക്കൊന്ന് ഇട്ട് നോക്കിയതാണ്. ചിലതിനെ മുഖത്ത് നോക്കി തന്നെ പറയണം, ചിലതിനെ മുഖത്ത് നോക്കി പറയണം. വെജിറ്റബിൾ റൈസ് ഉണ്ടാക്കി, അപ്പൊ എൻ്റെ അടുത്ത് എങ്ങനെയുണ്ട് മോനെ എന്ന് പറയുമ്പോൾ ഞാൻ അച്ഛനോടെല്ലാം സംസാരിച്ചിട്ട് നന്നായി ഉണ്ട് പറഞ്ഞു. അപ്പൊ തന്നെ അമ്മ പറഞ്ഞു മുഖത്ത് നോക്കി പറയടാന്ന്. അത് ഈ അമ്മയാണ് പറയണത്, മുഖത്ത് നോക്കി പറയരുത്. അപ്പൊ ഞാൻ അമ്മേനോടാണ് പറയണത്, ദൈവീതമ്മ ആരെയും കരുവേപ്പിലായിട്ട് കാണരുത് കേട്ടോ. ഈ എന്നെ ഇടയ്ക്ക് അങ്ങനെ കാണരുത്. അല്ലമ്മ, ഞാൻ ഒരു ഉദാഹരണം തരികയാണ്. അപ്പൊ അങ്ങനെ കാണരുത്. ഞാൻ അമ്മേനെയും കാണരുത്. അമ്മേനെ ഏറി വന്നാൽ ഞാൻ തക്കാളിയായിട്ട് കാണും. എന്താ കറിവേപ്പിലും കൂടെ അതിനെ മൂടുന്നത്? ദേഷ്യം വന്നിട്ടാ? ഇത്രയ്ക്ക് ആവശ്യമുണ്ടോ? അല്ല ശരിക്കും ഇടന്നോട്ടെ, എന്നോടുള്ള ദേഷ്യം കൊണ്ട് കറിവേപ്പിലയും കൊണ്ട് ഉണ്ടാക്കി ഉപ്പേരി പോലെ ആവരുത്. അപ്പൊ ജീവിതം എന്ന ഒരു യാത്രയിൽ എപ്പോഴെങ്കിലും നിങ്ങൾ തളർന്നിരിക്കുമ്പോൾ ഏതെങ്കിലും ഒരു സന്ദർഭത്തിൽ നിങ്ങൾ കറിവേപ്പില തന്നെ വിളിച്ചോളൂ. ആ ഒരു വ്യക്തി നിങ്ങളുടെ ജീവിതത്തിൽ കൈത്താങ്കായിട്ട് ഒരു സംസാരം കൊണ്ട്, ഒരു വാക്കും കൊണ്ട് നിങ്ങൾക്ക് ഉണർവ് നൽകാൻ നിങ്ങൾക്ക് പ്രയോജനപ്പെട്ടിട്ടുണ്ടെങ്കിൽ ജീവിതത്തിൽ ഒരിക്കലും നിങ്ങൾ കറിവേപ്പില എന്ന് വിളിച്ചോളൂ. അത് മോശപ്പെട്ട കാര്യമൊന്നുമല്ല. പക്ഷേ
മരിക്കുന്നതിന് മുമ്പ് ഒരു പ്രാവശ്യം നിങ്ങൾ ആ വ്യക്തികളൊക്കെ ഓർക്കണം. കാരണം ഇതുപോലൊരു വ്യക്തികളൊന്നും പിന്നെയും ഒരിക്കലും നിങ്ങൾക്ക് കിട്ടില്ല, എന്നും കിട്ടില്ല, നാളെയും കിട്ടില്ല. ഇന്നലകളിൽ കിട്ടാത്തതൊന്നും ഇനി നാളെ കിട്ടാനും പോകുന്നില്ല. അപ്പോൾ ഇന്നലകളിൽ നഷ്ടപ്പെട്ടു പോയ ആ മഹത്തായ നഷ്ടങ്ങളൊന്നും ഇനി ഒരിക്കലും തിരിച്ചു കിട്ടാൻ പോകുന്നില്ല. പിന്നെ ഒരിക്കലും മാറാത്ത ചില ആൾക്കാരുണ്ട്, ഇന്ന് മാറി നാളെ മാറി പിന്നെയും പഴയതുപോലെ പിന്നെയും പഴയതുപോലെ അങ്ങനെയുള്ള ആൾക്കാരായിട്ട് അടുക്കാതിരിക്കുകയാണ് നല്ലത്. കാരണം എല്ലാ പശ്ചാത്താപത്തിനും ഒരു ലിമിറ്റേഷൻ ഉണ്ട്. ഒരു പ്രാവശ്യം, 2 പ്രാവശ്യം, പല പ്രാവശ്യം ആയിക്കഴിഞ്ഞാൽ പിന്നെ വീണ്ടും വീണ്ടും പോയിട്ട് എന്താ പറയുക, അത് വിഷമാണ് കുടിക്കരുത് മോനെ, വിഷമാണ് കുടിക്കരുത് മോനെ എന്ന് പറഞ്ഞാൽ അത് വിഷമൊന്നുമല്ല, ഞാൻ കുടിച്ചോളാം എന്ന് പറഞ്ഞാൽ കുടിച്ച് ചാവുന്നത്. അത് വിഷമാണ് കേട്ടോ, കുടിക്കരുത് എന്ന് പറഞ്ഞാൽ അത് വിഷമൊന്നുമല്ല, അത് നല്ല ഒന്നാന്തരം ആപ്പിൾ ജ്യൂസാണോ അല്ലെങ്കിൽ എന്താണ് പൈനാപ്പിൾ ജ്യൂസാണ്, നല്ല ടേസ്റ്റാണെന്ന് പറഞ്ഞിട്ട് കുടിക്കാൻ ഒന്നും ചെയ്യാൻ പറ്റും. അതേപോലെ തന്നെ ജീവിതത്തിൽ നിങ്ങൾ എന്നും ഓർക്കേണ്ടത്, നിങ്ങൾ ഉള്ളപ്പം നിങ്ങൾ ഓടി വന്ന് കെട്ടിപ്പിടിച്ചവരല്ല. നിങ്ങൾ ഒന്നും ഇല്ലാത്തപ്പോൾ നിങ്ങൾ ഒരുപാട് നൽകൊന്നും വേണ്ട, ഒരു ധൈര്യം നൽകിയിട്ടുണ്ടെങ്കിൽ, നിങ്ങളുടെ ഒപ്പം തോളോട് തോൾ വെച്ചിട്ടുണ്ടെങ്കിൽ, കാശും കൊണ്ടൊന്നും നിങ്ങളെ സഹായിക്കണമെന്നൊന്നും പറയില്ല, അങ്ങനെയെങ്കിലും ഒരു വ്യക്തി നിങ്ങളുടെ ഒപ്പം ഉണ്ടെങ്കിൽ ആ വ്യക്തിയെ നിങ്ങൾ ഒരിക്കലും മറക്കരുത്. അത് മറന്നാൽ സത്യത്തെ മറന്നു, ജീവിതത്തെ മറന്നു. പിന്നെ വഴക്കുകളും കാര്യങ്ങളൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ഇഷ്ടംപോലെ വഴക്കൊക്കെ ഉണ്ട്. അതുണ്ടായത് കൊണ്ട് മാത്രം ഒരു ബന്ധത്തെ മറക്കാനും പാടില്ല. അതൊക്കെ അതെ, അത് ഞാൻ മനസ്സിലാക്കിയത് കൊണ്ടാണല്ലോ അമ്മ എന്നെ ഇടിച്ചാലും കുത്തിയാലും ഞാൻ അമ്മേനോടൊന്നും പറയാത്തത്. അതിനാണ് തോന്നുന്നത് അമ്മ ഉപകാരം ചെയ്തത് ഒരിക്കലും നന്മയുള്ള മനസ്സുകൾ ഒരിക്കലും മറക്കില്ല. പക്ഷെ മറന്നു നമുക്കൊരാളോട്, ഞാനൊരാൾക്ക് ഉപകാരം ചെയ്തെങ്കിൽ അവര് നമ്മളോട് പിണങ്ങിയെന്ന് വിചാരിച്ചു. ഞാനൊരിക്കലും അങ്ങനെ വിചാരിക്കാൻ പാടില്ല. എന്ത് അവർ പിണങ്ങി, ഞാൻ എന്തൊക്കെ ചെയ്തു അവർക്കെന്ന് ഞാൻ ഒരിക്കലും അവരുടെ മനസ്സിൻ്റെ ഉള്ളിൽ നമ്മളെ കുറിച്ച് അവർക്ക് നന്മ ഉണ്ടാവും, ഇല്ലാന്ന് ഒരിക്കലും പറയാൻ പറ്റില്ല. മനുഷ്യത്വം ഉണ്ടെങ്കിൽ അവർക്ക് ആ നന്മ ഉറപ്പായിട്ടുണ്ടാവും. അവരവരെ കുറിച്ച് ഓർക്കാതിരിക്കില്ല. അവര് ഒരു കാലത്ത് നമുക്ക് നന്മ ചെയ്തതല്ലേ, അവരെവിടെയെങ്കിലും നന്നായിരിക്കട്ടെ, അവർക്ക് എല്ലാ നന്മകളും ഉണ്ടാവട്ടെ എന്ന് നേരാത്ത മനസ്സാണോ? അല്ലല്ല, അത് സൂപ്പറായല്ലോ ആ ഷോ. ഞാൻ കണ്ടില്ല. അത് എങ്ങനെയാണ് 2 കൈ കൊണ്ട്? അപ്പോ നമ്മളിപ്പോ അവരോട് ഏതെങ്കിലും സന്ദർഭവശാലും നമ്മൾ അവരോട് പിണക്കോ എന്തോ ആയിക്കോട്ടെ, അങ്ങനെയാണെങ്കിലും കൂടി അവര് നമ്മുടെ മനസ്സിൻ്റെ ഉള്ളിൽ ഒരിക്കലും വെക്കില്ല, മനസ്സിൻ്റെ ഉള്ളിൽ അവരുടെ തിന്മ വിചാരിക്കില്ല. കണ്ട നല്ല ഭംഗിയില്ലേ, കഴിക്കാനും ഭംഗിയുണ്ടാവും, കഴിച്ചു നോക്കിട്ടോ. അപ്പൊ അങ്ങനെയാണ്, മനസ്സിലായോ? അപ്പോൾ അതെന്നും അങ്ങനെ ശാശ്വതമായിരിക്കട്ടെ. എന്തെങ്കിലും ആർക്കെങ്കിലും എവിടെയെങ്കിലും എപ്പോഴെങ്കിലുമൊക്കെ നിഴലും തണലുള്ള കാര്യങ്ങളായി മാറിയിട്ടുണ്ടെങ്കിൽ ആ നിഴലിനും തണലിലും നിങ്ങൾ സംസാരിക്കാണ്ട് മിണ്ടാണ്ടൊക്കെ ഇരുന്നതിന് മനസ്സിൻ്റെ ഒരു കോലിലെങ്കിലും നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിച്ചവരെ നിങ്ങളും തിരിച്ച് പ്രവർത്തിക്കാൻ ഒരിക്കലും മറക്കരുത്. അതിൻ്റെ പേരാണ് മനുഷ്യത്വം, അല്ലേ? ആത്മാർത്ഥമായ സ്നേഹം അത് തിരിച്ചറിയാൻ ശ്രമിക്കണം. ഓർക്ക് എന്തിനാ എന്നെ മാത്രം വരല് കൊണ്ട് പറഞ്ഞു? ഞാൻ അതൊക്കെ വെക്കാറില്ല കേട്ടമ്മ. അപ്പൊ പറയുമ്പോ അവസാനത്തെ വരല് എന്നാ ചൂട്, അത് ചൂണ്ട് വരില്ല. എന്തിനാ? അല്ല, ചില വാക്ക് പറയുമ്പോ അവസാനം ഇങ്ങനെ കുത്തി പറയും പോലെ ഉണ്ട്. എടാ, നിനക്ക് കിട്ടാത്ത ട്രോഫി നിന്റെയാണെന്ന് പറയരുത്, അത് നിന്നെ അല്ല, അല്ലേ? ഞാനിങ്ങനെ ആക്ഷനായിട്ട് പറഞ്ഞതാണ്. അതമ്മ മമ്മൂട്ടി ഫാൻ ആയതുകൊണ്ട് ചില സമയത്ത് ക്യാരക്ടറുകൾ വരുമ്പോൾ ഭയങ്കരമായിട്ട് അഭിനയിച്ചു പോകും. അതാണ്. ഇതായോ? അപ്പോൾ ഇതാണ് നമ്മുടെ രുചികരമായിട്ടുള്ള അമ്മയ്ക്കും അച്ഛനും കഴിക്കാനുള്ള മെയിൻ. പിന്നെ എനിക്ക് രുചികരമായിട്ടുള്ളത് വല്ലതൊക്കെ ഉണ്ടാവും എന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. കഴിക്കാനൊന്നും വിളിക്കുന്നേ ഇല്ല. നല്ലത് കിട്ടിയാലൊന്നും നിങ്ങളുടെ ചേച്ചിയോ നിങ്ങളുടെ അമ്മയൊന്നും വിളിക്കില്ല. അതെ, കയ്പയ്ക്ക കൊണ്ട് വല്ല ഉണ്ടാക്കിയ ഉമ്മ വരൂട്ടോ, ഉമ്മ പറയും. നിങ്ങൾ വരികയാണെങ്കിൽ ഞാൻ നിങ്ങൾക്ക് എന്ത് വേണമെങ്കിലും ഉണ്ടാക്കി തരാം. അപ്പൊ ഓക്കേ, ബൈ.